ഹലോ ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ടെറസ് ഗാർഡനിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് പച്ചക്കറി ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഇത്. പിന്നെ കൂടാതെ കുറച്ച് ചെടികളൊക്കെ പുതിയതായിട്ട് നട്ട ചെടികളൊക്കെ ഉണ്ട്. അടിനിയത്തിൻ്റെ തൈയൊക്കെ അത് ആയി വരുന്നേ ഉള്ളൂ, ജസ്റ്റ് ഇലകളൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ കേട്ടോ. ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിലുള്ള തൈയാണത്. അപ്പോൾ നമുക്ക് തക്കാളിയും കാര്യങ്ങളൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. മരമൊക്കെ ആകെ ഉണങ്ങി പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ഒരുപാട് തക്കാളി തന്നൊരു മരമാണ് കേട്ടോ ഇത്. ഏതായാലും അത് ഉണങ്ങി പോകാറായിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ സീസൺ കഴിഞ്ഞെന്ന് തോന്നുന്നു. തക്കാളി ആയാലും പച്ചമുളകൊക്കെ ആയാലും എല്ലാം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അതൊക്കെ പുതിയതായിട്ട് നടേണ്ട സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും നോമ്പൊക്കെ കഴിയട്ടെ, വെയിലൊക്കെ അല്ലേ. മേലോട്ടിപ്പോൾ ആകെ ചെടി നനക്കാൻ വേണ്ടിയിട്ട് മാത്രമേ കയറുള്ളൂ. അതിൻ്റെ പിന്നാലെ നടക്കാനും അതിന് വേണ്ട വളങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയാറില്ല. അതിൻ്റെയൊക്കെ ഗുണത്തിൽ കാണാനുണ്ട് കേട്ടോ. നമ്മൾ രണ്ട് ഷേപ്പിലുള്ള തക്കാളി ഉണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത് മൈസൂർ തക്കാളി എന്ന് പറയുന്ന ആ ഒരു നീളത്തിലുള്ള ഷേപ്പിലുള്ളതും നല്ല റൗണ്ടിലുള്ള തക്കാളിയും എല്ലാം ഉണ്ട് കേട്ടോ. വേറൊരു സാധനം ഞാൻ സെറ്റ് ചെയ്യാനും, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ചെറി ടൊമാറ്റോ ആണെന്ന് വിചാരിക്കേണ്ട. ചെറി ടൊമാറ്റോ അല്ല, സാധാ നമ്മൾ നോർമൽ തക്കാളി തന്നെയാണ്. പക്ഷെ അത് അതിൻ്റെ ചെടിക്ക് കൊടുത്ത വളത്തിൻ്റെ എന്തിൻ്റെയൊക്കെ കുറവുകൊണ്ടും ആ ചട്ടിയിൽ മണ്ണ് കുറവായതിനെ കൊണ്ട് വേരൊക്കെ പൊന്തിയിട്ട് ആ ചെടി ആകെ നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ വെയിലിൻ്റെ കടുപ്പം കൊണ്ടുണ്ടോ അതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്. ഏകദേശം ആ ചെടി മൊത്തം കേടുവന്ന അവസ്ഥയാണ്. ഞാൻ ഏതായാലും നല്ല പഴുത്തിട്ടുണ്ട്. സൈസ് കുറവാണെന്നുണ്ടെങ്കിൽ തക്കാളിയൊക്കെ നല്ല പഴുത്ത് വന്നിട്ടുണ്ട്. ഞാനൊക്കെ പറിച്ചെടുത്തിട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അതൊരു ചെറിയ തക്കാളി ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല ക്യൂട്ടാണ്. പക്ഷെ നമ്മളത് ഭംഗി നോക്കിയത് പറിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത് അതിൽ തന്നെ നിന്നിട്ട് ചീഞ്ഞു പോകും. വെറുതെ അതിനുള്ളൊരു വക ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ ഞാനതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഏതായാലും ആ ചെടി മൊത്തം നശിച്ചു. ഇനി ഏതായാലും പുതിയത് നട്ടിട്ട് വേണം. ഈ പറഞ്ഞ പോലെ തന്നെ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് മേലെ ഗാർഡനൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കാനുണ്ട്. കുറേ പുതിയ ചെടികളൊക്കെ നടാനുള്ള പ്ലാനുണ്ട്. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ തക്കാളി ആയാലും പച്ചമുളകായാലും ഒക്കെ ഒരു എന്താ പറയുക, ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഒരു പരീക്ഷണത്തിൻ്റെ ഒരു രീതിയിലാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്താവും എങ്ങനെയാവും എന്നറിയാൻ. പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കാളി ആയാലും പച്ചമുളകായാലും ചീര ആയാലും ഉള്ളി ആയാലും പിന്നെ കറിവേപ്പൊക്കെ പിന്നെ നമ്മൾ ആദ്യം ഉള്ളതാണ്. ഈ ചെടി ഉണ്ടോ വാടി പോയിട്ടുണ്ട് കേട്ടോ. വെയിലിൻ്റെ കടുപ്പം കൊണ്ടാണ്. ഞാനത് നനയ്ക്കുന്നതിന് മുന്നേ കേട്ടോ ഒക്കെ പറിച്ചെടുക്കണത്. ഇപ്പോൾ വൈകുന്നേരമായപ്പം ചെടിയൊന്നും നനയ്ക്കാൻ വേണ്ടിയിട്ട് മേലോട്ട് കയറിയതാണ്. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ നല്ല സങ്കടം വരും. എന്താ ചെയ്യുക, നമുക്ക് താഴെ ഒരുപാട് കുറച്ചൊരു തണലുള്ള സ്ഥലമൊന്നും ഇല്ല. താഴെ മുറ്റമൊന്നും തീരെ ഇല്ല. വീടിൻ്റെ സെറ്റ് ബാക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ വെയിലിൻ്റെ കടുപ്പം കൊണ്ട് ടെറസിൻ്റെ മുകളിലല്ലേ നല്ല വെയിലാണ്. ഒരു ദിവസം നനക്കാണ്ടായാലും ചെടിയൊക്കെ ആകെ വാടിക്കഴിഞ്ഞ് പോവാണ്. അപ്പം ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു തൈയൊക്കെ എനിക്ക് ഒരുപാട് മുളക് തന്ന തൈയാണ് കേട്ടോ. ഏതായാലും അതിൻ്റെ കായൊക്കെ ഇങ്ങനെ ചെറുതായി വരുന്നുണ്ട്. അതിൻ്റെ ഏകദേശം ടൈം കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇനി ഏതായാലും പുതിയ ചെടികളും എല്ലാം നടണം. മുളകായാലും തക്കാളി, വെണ്ടക്ക, അങ്ങനെ ഒരുപാട് പ്ലാൻ ഉണ്ട് നമ്മളെ മനസ്സിൽ. എന്തായാലും അതൊക്കെ നമ്മൾ ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ചെടികളെയും പൂക്കളെയൊക്കെ അതുപോലെ ടെറസ് ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻ്റായിട്ട് പറഞ്ഞു തരാം കേട്ടോ. നല്ല ക്യൂട്ടല്ലേ തക്കാളി കാണാൻ. ഞാൻ കുറേ നേരം തിരിച്ചു മറിച്ച് നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.